തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ 2020 പ്രവർത്തകന് മർദ്ദനം. എറണാകുളം കുമ്പളങ്ങിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ 2020 പ്രവർത്തകരെ മർദ്ദിച്ചതായി പരാതി. 2020 നിയോജകമണ്ഡലം പ്രസിഡന്റ് ഷൈനി ആന്റണി, ബെന്നി ജോസഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കോൺഗ്രസ് പ്രവർത്തകരാണ് മർദ്ദനത്തിന് പിന്നിലെന്ന് 2020 പ്രവർത്തകർ ആരോപിച്ചു. എറണാകുളം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഹൈബിയിഡിനെതിരെ പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞായിരുന്നു മർദ്ദനമെന്ന് പ്രവർത്തകർ പറഞ്ഞു. മർദ്ദനമേറ്റവർ ആശുപത്രിയിൽ ചികിത്സ തേടി. അക്രമികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും 2020 ആവശ്യപ്പെട്ടു. ആസിഡ് ആക്രമണത്തിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കോട്ടയം മണിമലയിൽ ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പള്ളിക്കത്തോട് ആനിക്കാട് സ്വദേശി PK സുമിത്താണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. വാടകയ്ക്ക് താമസിച്ചിരുന്ന സുഹൃത്തുക്കൾ പൊന്തൻപുഴ വനമേഖലയിൽ എത്തിച്ച് മദ്യം നൽകിയ ശേഷം ഈ മാസം 13-നാണ് സുമിത്തിന്റെ ശരീരത്തിലേക്ക് ആസിഡ് ഒഴിച്ചത്. ആക്രമണം നടത്തിയ 2 പേരെയും നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മുൻവൈരാഗ്യത്തിന്റെ പേരിലായിരുന്നു ആക്രമണം. ഇടുക്കി അയ്യപ്പൻകോവിൽ പരപ്പ് ഭാഗത്ത് വെട്ടുകുഴിയിൽ വീട്ടിൽ സാബു ദേവസ്യ, കൊടുങ്ങൂർ പാണപ്പുഴ ഭാഗത്ത് പടന്നമാക്കൽ വീട്ടിൽ രാജു എന്ന് വിളിക്കുന്ന G പ്രസീദ് എന്നിവരാണ് സംഭവത്തിൽ അറസ്റ്റിലായത്. പതിമൂന്നുകാരിയെ പീഡിപ്പിച്ച കേസ് പ്രതിക്ക് 4 വർഷം കഠിന തടവ്. 13-കാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 4 വർഷം കഠിന തടവും 30,000 രൂപ പിഴയും. പുതുപ്പരിയാരം സ്വദേശി കൃഷ്ണനെയാണ് തൊടുപുഴ പോക്സോ സ്പെഷ്യൽ കോടതി ജഡ്ജി നിക്സൺ M ജോസഫ് ശിക്ഷിച്ചത്. 2019 ഒക്ടോബർ 13-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. അതിക്രമത്തിനിരയായ പെൺകുട്ടിക്ക് 2,20,000 രൂപ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കോടതി നിർദ്ദേശം നൽകി. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ PB വാഹിദ ഹാജരായി. പതിനാലുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 20-കാരനും യുവതിയും അറസ്റ്റിൽ. പോക്സോ കേസിൽ സ്ത്രീ ഉൾപ്പെടെ 2 പേരെ കഞ്ഞിക്കുഴി പോലീസ് അറസ്റ്റ് ചെയ്തു. 14-കാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ സ്ത്രീ ഉൾപ്പെടെ 2 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. കട്ടപ്പന സ്വദേശി കവലയിൽ എബിൻ ബെന്നിയെ വെള്ളിയാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ പ്രതിയെ സഹായിച്ച കുറ്റത്തിന് കഞ്ഞിക്കുഴി സ്വദേശി ബീനയെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സുരേഷ് ഗോപിയുടെ ഫ്ലെക്സിൽ ഇന്നസെന്റിന്റെ ചിത്രം അനുവാദത്തോടെ വെച്ചതല്ലെന്ന് കുടുംബം. ഇരിങ്ങാലക്കുടയിലെ സുരേഷ് ഗോപിയുടെ ഫ്ലെക്സ് വിവാദത്തിൽ. സുരേഷ് ഗോപിയുടെ ഫ്ലെക്സിൽ ഇന്നസെന്റിന്റെ ചിത്രം ചേർത്തതാണ് വിവാദമായത്. അനുവാദത്തോടെയല്ല ചിത്രം ഉപയോഗിച്ചതെന്ന് ഇന്നസെന്റിന്റെ കുടുംബം പറഞ്ഞു. പാർട്ടിയുമായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് മകൻ സോണറ്റ് വ്യക്തമാക്കി. സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക എന്നെഴുതിയ തിരഞ്ഞെടുപ്പ് ഫ്ലെക്സിലാണ് ഇന്നസെന്റിന്റെ ചിത്രമുള്ളത്.